കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശിഷ്ട അതിഥികളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാലസാഹിത്യകാരനറിയപ്പെടുന്ന നമ്മുടെ CP പള്ളിപ്പുറം സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാറാണ്. അപ്പോൾ തന്നെ ഈ ഒരു ദിവസം കുഞ്ഞുങ്ങളെ പ്രതി ഈ വാങ്മയം എന്ന പരിപാടി എല്ലാ മാസവും നടത്തപ്പെടുന്ന വാങ്മയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടത്താനുള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതനുസരിച്ച് ഇത് നമുക്ക് സാറിനെ ലഭിച്ചു. ഇവിടെ എല്ലാവരുടെയും പേരിൽ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഡയറക്ടർ അച്ഛനുണ്ട്, തോമസ് തറയിലച്ഛൻ. അച്ഛനാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അച്ഛനെയും ഇതിൻ്റെ മോഡറേറ്ററായിട്ട് വന്നിരിക്കുന്ന തോമസ് പനക്കളം സാറിനെയും ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾ എന്നറിയപ്പെടുന്ന നമ്മുടെ അസിസിയിലെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ വേറെ സ്കൂളിൽ നിന്ന് നിങ്ങൾ അസിസ്റ്റൻ്റല്ല, സ്കൂൾ CKC, ഓക്കെ, അവിടുത്തെ കുഞ്ഞുങ്ങളുമുണ്ട്. 2 സ്കൂളിലെ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ സന്മനസ് കാണിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാനായിട്ട് സ്കൂളിൽ നിന്ന് നേരിട്ട് മാതാപിതാക്കൾ തന്നെ കൊണ്ടുവരാമെന്ന് മാനേജർ എന്നോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് വളരെ കൃത്യസമയത്തിന് മുൻപ് തന്നെ ഇവിടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. അവർ പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന മറ്റുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മൈക്ക് തോമസ് പനക്കളം സാറിന് കൈമാറും. ബഹുമാനപ്പെട്ട CP പള്ളിപ്പുറം സാറേ, സ്നേഹമുള്ള സെബാസ്റ്റ്യൻ ബിൽട്ടൺ അച്ഛ, തോമസ് തറയിലച്ഛ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ളവരെ, നമ്മയൊക്കെ സംബന്ധിച്ച് ഇത് വലിയ സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ്. CP പള്ളിപ്പുറം സാറിനെ പോലെ ഒരാളിനോടൊപ്പം ഒരു സംവാദത്തിൽ പങ്കെടുക്കുക, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക എന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഞാനിവിടെ നിങ്ങൾക്കും അദ്ദേഹത്തിനും ഇടയിൽ ഒരു ചെറിയൊരു പാലമായിട്ടാണ് വർത്തിക്കുക. സാധാരണ സംവാദകനേക്കാൾ കഴിഞ്ഞ് മോഡറേറ്റർ അധികായരായി പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വേണ്ട, അതിന് പകരം നിങ്ങൾക്കും സാറിനും ഇടയിലെ ഒരു ചെറിയ പാലമായി വർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. സാറിൻ്റെ ഒരു ഇടപെടലിനെ ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് തോന്നുന്നു 80 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സാറ് ഈ കാലം കൊണ്ട് കേരളത്തിൽ CP പള്ളിപ്പുറം എന്ന 2 ആ പേരിനെ എത്രമാത്രം അടയാളപ്പെടുത്തി കടന്നുപോയ ഒരു മനുഷ്യനാണ്. ഞാനിപ്പോൾ സാറുമായുള്ള ഈ ഒരു ഇടപെടലിന് തീർച്ചയായും ഒരുപാട് ഭാഗ്യം ചെയ്തു. വളരെ സ്കൂൾ കാലം മുതൽ, എൻ്റെയൊക്കെ സ്കൂൾ കാലം മുതൽ നിരന്തരം കേൾക്കുന്ന ഒരു പേരാണ്. ചെറിയ ബാലസാഹിത്യ മാസികകളിൽ മുതൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായി നിരന്തരം കേൾക്കുന്ന ഒരു പേരാണ്. അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഭാഗ്യം ലഭിച്ച നിങ്ങൾ വലിയ ഭാഗ്യമുള്ള കുട്ടികളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് അദ്ദേഹത്തോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ സാഹിത്യത്തിൻ്റെ വലിയ ആളുകളുടെ സാഹിത്യത്തെ കുറിച്ചാണല്ലോ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുക. സാറ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളുടെ സാഹിത്യത്തിൻ്റെ ലോകത്തേക്ക് വരാൻ സാറിൻ്റെ പ്രചോദനം എന്താ? അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിയോ എന്തെങ്കിലും ഒരു ഓർമ്മയോ അല്ലെങ്കിൽ ഒരു അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യം എഴുതാൻ തുടങ്ങിയത് മുതിർന്നവർക്കുള്ള കവിതകളും മുതിർന്നവർക്കുള്ള കഥകളും നീണ്ട കഥകളും ഒക്കെയാണ്. അതെല്ലാം ആ കാലത്ത് നമ്മുടെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്ന കേരള ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ടായിരുന്നു, കേരള ടൈംസ്. ആ കേരള ടൈംസിൻ്റെ വീക്കെൻഡ് എഡിഷൻ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ തട്ടകത്തിൽ നിന്ന് കടന്നു പോകുന്ന ആളുകളാണ്. സെബാസ്റ്റ്യൻ പോൾ, ഇഗ്നേഷ്യസ് കുൻസാൽവോസ്, പീറ്റർ ലാല്, നിരവധി മഹാരഥന്മാർ, ജോൺ പോൾ അടക്കമുള്ള ആളുകളെല്ലാം ഈ
തട്ടകത്തിൽ നിന്ന്, കേരള ടൈംസിന്റെ തട്ടകത്തിൽ നിന്ന് പോകുന്നവരാണ്. അപ്പം ആ കാലത്ത് അതിലിങ്ങനെ ധാരാളം ചെറുകഥകളും നീണ്ട കഥകളും ഒക്കെ എഴുതിയിരുന്ന ഒരാളാണ് ഞാൻ പിന്നീടാണ് നമ്മുടെ പൂമ്പാറ്റയൊക്കെ വരുന്നത്. പൂമ്പാറ്റ 1972 പൂമ്പാറ്റ PA വാര്യർ എന്ന് പറഞ്ഞ ഒരാളാണ് ആരംഭിക്കുന്നത്. ആ പൂമ്പാറ്റ കണ്ടവർ വളരെ കുറവ്, ഈ കൂട്ടത്തിൽ ഉണ്ടാകാൻ തന്നെ സാധ്യതയില്ല. PA വാര്യർ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ പൂമ്പാറ്റ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് ഇവിടെ ഒരു പൂമ്പാറ്റക്കാലം വന്നു. പൂമ്പാറ്റക്കാലം എന്ന് പറഞ്ഞാൽ മലയാളത്തില് 1-2 തലമുറകളുടെ ഒരു വായനയുടെ വസന്തകാലമായിരുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അന്ന് ഈ പൂമ്പാറ്റ കാണാൻ കൊതിച്ച് കുട്ടികൾ പുറത്തേക്ക് ചാടി വീഴുന്ന, ഇത് കൊണ്ടുവരുന്ന ഏജന്റിന്റെ സൈക്കിളിന്റെ ബെല്ലടി കേട്ടാൽ കുട്ടികളെല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് ചാടും. അതിലെ കഥകൾ വായിക്കാൻ, കവിതകൾ വായിക്കാൻ, അതിലെ കബീഷ്, കാലിയ പോലുള്ള ചിത്രകഥകൾ വായിക്കാനുള്ള കൊതി കൊണ്ട് വന്നിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. എന്തൊരു ആവേശത്തിന്റെ കാലമായിരുന്നു അത്. ആ കാലത്ത് ഈ പൂമ്പാറ്റയിൽ ചെറിയ കഥകളും ചെറിയ കവിതകളും ഒക്കെ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ധാരാളം അഭിനന്ദനങ്ങൾ. അതിൻ്റെ പേരിൽ തന്നെ നിരവധി പേര് വിളിക്കുന്നു. ഇപ്പോൾ എറണാകുളത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഗുരുതുല്യനായ വലിയൊരാളായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പലരും മറന്നുപോയിരിക്കും, ടാറ്റാപുരം സുകുമാരൻ എന്ന് പറയും. ടാറ്റാപുരം സുകുമാരൻ. ഈ ടാറ്റാപുരം സുകുമാരൻ അന്ന് എന്നെ കാണുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, എടോ സിപ്പി, താൻ മുതിർന്നവർക്കുള്ള കഥകളും കവിതകളും ഒന്നും അല്ല എഴുതേണ്ടത്. താൻ പൂമ്പാറ്റയിൽ ഇപ്പോൾ എഴുതുന്ന കൊച്ചു കവിതകളൊക്കെ ഞങ്ങളുടെ മക്കളൊക്കെ എന്തൊരു താല്പര്യത്തോടു കൂടിയാണ് വായിക്കുന്നത്. എനിക്ക് തോന്നുന്നു പറയുന്നത് ടാറ്റാപുരം സുകുമാരനാണ്. അന്ന് ഞങ്ങളുടെ ഗുരുതുല്യനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, താൻ ഇനി മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട, തൻ്റെ ചെറിയ കവിതകളൊക്കെ വായിക്കാൻ കുട്ടികൾ കൊതികൊണ്ടിരിക്കുന്നുണ്ട്, താൻ ആ വഴിയെ പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അത് നല്ലൊരു ഉപദേശമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിന്തിച്ചു, എനിക്ക് കുട്ടികളുടെ കൂടെ എഴുതാൻ, കുട്ടികൾക്ക് വേണ്ടി എഴുതാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് ഒന്നുകൂടി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാൾ വന്നു. അതെൻ്റെ അമ്മുമ്മയായിരുന്നു. അമ്മുമ്മ ഒരു വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഞാറക്കൽ എന്ന സ്ഥലത്തുള്ള എൻ്റെ അമ്മുമ്മ, മേക്കാമോദൊക്കെ ഇട്ട നുറിമുണ്ട കൊടുത്ത ആ അമ്മുമ്മയുടെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പൊക്കം കുറഞ്ഞ ഏലിച്ച അമ്മുമ്മ. ആ അമ്മുമ്മയാണ് നിരവധി കഥകൾ, എത്ര കഥകളാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അമ്മുമ്മയ്ക്ക് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അമ്മുമ്മ മരിക്കുന്നവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അമ്മുമ്മ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൗതുകകരമായ കഥകളാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതോടൊപ്പം നല്ല നല്ല വായ്ത്താരികൾ, നല്ല നല്ല മുത്തശ്ശിപ്പാട്ടുകൾ ഒക്കെ നിരവധിയായിട്ട് പാടിത്തന്നു. ഇതെല്ലാം കേട്ട് മനസ്സിലിങ്ങനെ വീണ് കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവം പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. അത് കുഞ്ഞുണ്ണി മാസ്റ്ററാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ 1979, ഈ 1979 ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അന്താരാഷ്ട്ര ശിശുവർഷം. ലോകം മുഴുവൻ ശിശുവർഷമായിട്ട് കൊണ്ടാടിയ ഒരു വർഷമാണ്. പലർക്കും ഓർമ്മയുണ്ടാവും. അന്ന് ലോകം മുഴുവൻ ചിന്തിച്ചത്, എല്ലാ രാഷ്ട്രങ്ങളും ചിന്തിച്ചത്, പ്രത്യേകമായി ചിന്തിച്ചത് കുഞ്ഞുങ്ങളെ പറ്റിയാണ്. കുഞ്ഞുങ്ങളെ നന്നാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചു. ഇപ്പം കേരളത്തിൽ സാഹിത്യത്തെ വളർത്തിയെടുക്കാനുള്ള സർക്കാർ തലത്തിലുള്ള വലിയ സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. ആ കേരള സാഹിത്യ അക്കാദമി അന്ന് ചിന്തിച്ചത്, അന്ന് തകഴി ശിവശങ്കരപ്പിള്ളയാണ് അതിൻ്റെ അധ്യക്ഷൻ. ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ എന്ന് വിളിക്കുന്ന ഉറൂബ് അന്ന് അതിൻ്റെ വൈസ് പ്രസിഡന്റ്. പവനൻ എന്നു പേരായ പ്രസിദ്ധനായ ഒരാളായിരുന്നു സെക്രട്ടറി. പിന്നെ ലളിതാംബി, അന്തർജനം, SK പൊറ്റക്കാടൊക്കെ അന്ന് അതിൻ്റെ പ്രവർത്തകരായിട്ട് MT വാസുദേവൻ നായർ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി മാഷും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അത്യന്തവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം ചിന്തിച്ചിട്ട് എന്താണ് കണ്ടുപിടിച്ചത്? ഇത്തവണ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന എഴുത്തുകാരെ വിളിക്കണം. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന
പല ആളുകളും ഇപ്പോ തലപൊക്കി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ എഴുത്തുകാരെ, പുതുതായിട്ട് വരുന്ന തലമുറയിലെ എഴുത്തുകാരെ വിളിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശില്പശാല നടത്തണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ശില്പശാലയ്ക്ക് വേണ്ടി കളമൊരുങ്ങി. അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാൻ വേണ്ടി മാതൃഭൂമിയിലൊക്കെ ഇങ്ങനെ പരസ്യം വന്നിരുന്നു. അറിയിപ്പ് വന്നപ്പോൾ വെറുതെ അപേക്ഷിച്ചാൽ പോരാ, രചിച്ചിട്ടുള്ള കവിതകളോടുകൂടി അപേക്ഷിക്കണം. ആ കവിതകളൊക്കെ വെച്ച് അപേക്ഷ അയച്ചു. 30 പേരെ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു. അതിന് ഞങ്ങൾ അവിടെ ഇതിൽ പങ്കെടുക്കാൻ ചെന്നു. ഞങ്ങൾ 4 ഗ്രൂപ്പാക്കി തിരിച്ചു. കുട്ടിക്കവിതകൾ എഴുതുന്ന ഒരു ഗ്രൂപ്പ്, കുട്ടികൾക്ക് കഥയും കവിതയും എഴുതുന്ന ഒരു ഗ്രൂപ്പ്, കുട്ടികൾക്ക് നോവൽ എഴുതുന്ന ഗ്രൂപ്പ്, കുട്ടികൾക്ക് യാത്രാവിവരണം, പല വക സാഹിത്യങ്ങൾ 4 ഗ്രൂപ്പാക്കി തിരിച്ചു. ഞാൻ കവിതയുടെ ഗ്രൂപ്പിലായിരുന്നു. ഞങ്ങൾ 7 പേരാണ് ഉണ്ടായിരുന്നത്. 7 പേര്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗൈഡുകളായിട്ട് ക്ലാസ് എടുക്കാൻ എന്നല്ല, ഞങ്ങളുടെ ഗൈഡുകളായിട്ടുണ്ടായിരുന്നത് ഒന്ന് കുഞ്ഞുണ്ണി മാഷ്, ഒന്ന് പുനലൂർ ബാലൻ, മരിച്ചുപോയി, വലിയ കവിയായിരുന്നു പുനലൂർ ബാലൻ, അക്കിത്തം, ലളിതാംബി അന്തർജനം. ഇത്രയും പേരാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പം 7, 4, 11 കസേരയിൽ ഞങ്ങൾ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ അങ്കണത്തിലെ മാവിൻ ചുവട്ടിലിരിക്കുകയാണ്. ആദ്യം ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയത് കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, ഞാൻ തന്നെ തുടങ്ങാം. ഞാനൊരു കവിയായി തീരാൻ കാരണം എൻ്റെ അച്ഛനും അമ്മൂമ്മയുമാണ്. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ട് വിചാരിക്കും അച്ഛനും അമ്മൂമ്മയും കൂടിയാടാ കുഞ്ഞുണ്ണി, നീ കവിയായിക്കോ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. പിന്നെ ഞാൻ എൻ്റെ മൂത്ത ഓപ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചി, മൂത്ത ചേച്ചിയുടെ തോളിൽ കിടന്നാണ് വളർന്നത്. അന്ന് തോളിലൊക്കെ ഇട്ട് അമ്മമാരും ചേച്ചിമാരും എല്ലാം കുഞ്ഞുങ്ങളെ ഉറക്കിയിരുന്ന കാലമാണ്. അത്തരം കാഴ്ചകളൊന്നും ഇപ്പം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം അങ്ങനെ തോളിലിട്ട് ഇറക്കുമ്പോൾ വെറുതെ അല്ല, പാട്ട് പാടിയിട്ടാണ് ഉറക്കുന്നത്. അതിന് കുട്ടികളെ ഉറക്കാൻ വേണ്ടി തന്നെ പാട്ടുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് ചേച്ചി ഓപ്പോൾ പാടിക്കൊടുത്തു പാട്ടിങ്ങനെയായിരുന്നു. അദ്ദേഹം തന്നെ അന്ന് പാടി കേൾപ്പിച്ചതാണ്. കുട്ടിയിടച്ചൻ കൊട്ടിയോടഞ്ചാത്തൻ കന്നോട്ടാൻ പോയി, കുട്ടിയിടച്ചൻ കൊട്ടിയോടഞ്ചാത്തൻ കന്നോട്ടാൻ പോയി, കുട്ടിയിടമ്മ എങ്ങട്ട് പോയി, കുട്ടിയിടമ്മ കൊട്ടാട്ടിലേക്ക് പോയി, കുട്ടിക്കത്തെല്ലാം വെച്ചു കൊണ്ടുപോയി, അമ്മിക്കുട്ടി ചുട്ടതും കണ്ണൻ ചിരട്ടല വെള്ളവും, അമ്മിക്കുട്ടി ചുട്ടത് നായ കടിച്ചോണ്ട് പോയി, കണ്ണൻ ചിരട്ടല വെള്ളം പൂച്ച കുടിച്ചോണ്ട് പോയി, നേരമാണെങ്കിൽ സന്ധ്യയായി, കുട്ടിയിടമ്മ വന്നതില്ല, കാട്ടിലെ കട്ടുറുമ്പേ വീട്ടിലെ പിള്ളേക്കുറക്കം വായോ, വീട്ടിലെ പിള്ളേക്കുറക്കം വായോ, വീട്ടിലെ പിള്ളേക്കുറക്കം വായോ. ഇങ്ങനെ തോളിലിട്ട് ചാഞ്ചാട്ട് പാട്ട് പാടി തുടയിൽ താളം പിടിച്ച് എന്നെ ഉറക്കി. അപ്പോ ആ പാട്ടിന്റെ താളം, ആ പാട്ടിന്റെ ഈണം എൻ്റെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നു, എൻ്റെ ചുണ്ടിലും അലിഞ്ഞു ചേർന്നു എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. പിന്നെ അച്ഛൻ അക്ഷരശ്ലോകമൊക്കെ തുല്ലി കേൾപ്പിക്കും. അതിൻ്റെ ഈണവും താളവും ആ വഴിക്ക് കിട്ടും. ഈ 2 താളങ്ങളും മനസ്സിൽ തേനും വയമ്പും പോലെ കിടന്ന് അലിഞ്ഞു ചേർന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് കുഞ്ഞി കവിതകൾ വരാൻ തുടങ്ങിയതെന്ന് കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർമ്മിച്ചു, എൻ്റെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് കവിത വന്നത്? എൻ്റെ അമ്മൂമ്മ ചൊല്ലിത്തന്ന അതിരസകരമായിട്ടുള്ള മുത്തശ്ശിപ്പാട്ടുകൾ. കൊച്ചിന്നൊരു കാക്ക വന്നു കൊയിലാണ്ടിൽ കൂടുകെട്ടി കണ്ണൂര് മുട്ടയിട്ടു ക്രാം ക്രാം ക്രാം. 4 വരികൾ. കൊരങ്ങനും കടികൂടി അതിലൊരു കൊരങ്ങന്റെ തല പോയി, എടുക്കട കൊരങ്ങ പുളിവാറ്, കൊടുക്കട കൊരങ്ങ 16. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കവിതകൾ അമ്മമ്മ എത്ര ചൊല്ലിയെന്ന് എനിക്ക് ഓർമ്മയില്ല. 100 കണക്കായ കവിതകൾ ഈ രീതിയിൽ ചൊല്ലിയിട്ടുണ്ട്. തപ്പോ തപ്പോ തപ്പാണി തപ്പു കൊടുക്കേൽ എന്തുണ്ട്, നാഴരി പഴയരി ചോറുണ്ട്, നാരായണൻ വെച്ച കറിയുണ്ട്, നാരണി കാച്ചിയ മോരുണ്ട്, നന്നായി ഒരുക്കിയ നെയ്യുണ്ട്, അമ്മായി വന്നേ വിളമ്പാവൂ, അമ്മാവും വന്നേ ഉണ്ണാവൂ, തപ്പോ തപ്പോ തപ്പാണി തപ്പു കൊടുക്കേൽ എന്തുണ്ട്. ഇങ്ങനെയുള്ള പാട്ട്.
റാഗി പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽ തീര കണ്ടു കപ്പൽ കണ്ടു. ഇതൊക്കെ കേട്ടപ്പോ ആ ഓർമ്മയിൽ നിന്ന് ആണ് ഞാൻ അറിയാതെ എഴുതിയതെന്ന് എനിക്ക് ബോധ്യം വന്നു. കുഞ്ഞിന് മാഷ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്ന ആ കഥകളും കവിതകളും ഒക്കെയാണ് എൻ്റെ ബാലസാഹിത്യത്തിൻ്റെ പടവിലേക്ക് കൊണ്ടുവന്നത്. അത് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ അമ്മൂമ്മ ചൊല്ലിത്തന്ന പാട്ടുകളുടെ ഈണത്തിൽ തന്നെയാണ് ഞാൻ എല്ലാ കവിതകളും, കുട്ടികൾക്ക് വേണ്ടി ഞാൻ എത്ര കവിതകൾ എഴുതിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. DC ബുക്സിലും HNCയിലും മാതൃഭൂമിയിലും എല്ലാ പ്രസാധകരുടെ കയ്യിലും, എങ്ങും കേരളത്തിലെ സമുന്നതരായ എല്ലാ പ്രസാധകരുടെ കയ്യിലും എൻ്റെ പുസ്തകങ്ങളുണ്ട്. അത് 79 മുതൽ തുടങ്ങിയ ആ പുസ്തകങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. അതാണ് ആ പ്രത്യേകത. ഇപ്പോഴും അതിൻ്റെ എഡീഷനുകൾ ഇങ്ങനെ DC-യുടെ പുസ്തകങ്ങൾ 12 പുസ്തകങ്ങളുടെ എഡീഷനാണ് പുതുതായിട്ട് വന്നത്. എനിക്ക് മറ്റൊരാളുടെ 12 എഡീഷനൊക്കെ ഈ 12 പുസ്തകങ്ങളുടെ പുനർ എഡീഷൻ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുസ്തകങ്ങൾ വിറ്റു പോകുന്നത് കൊണ്ടാണ്, അത് കുട്ടികൾ വായിക്കുന്നത് കൊണ്ടാണ്. തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പുസ്തകത്തിൽ തന്നെ 500ഓളം കവിതകളുണ്ട്. അത് ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ച എനിക്ക് 2010 എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് നമുക്കൊരു സമ്പൂർണ്ണമായിട്ടുള്ള കുട്ടിക്കവിതകൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ തന്നെ സെലക്ട് ചെയ്ത കവിതകളായിരുന്നു 500 എണ്ണം. അതിപ്പോൾ 2011 എന്തോ പബ്ലിഷ് ചെയ്തിട്ട് 3 എഡീഷനിൽ പോവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കവിതകൾ വായിക്കുന്നുണ്ട്, അധ്യാപകരും രക്ഷകർത്താക്കളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ബോധ്യമുള്ള ആളാണ്. വായനയിൽ നിന്നൊക്കെ നമ്മൾ തെന്നി മാറിയിട്ടുണ്ട്, അതൊരു സത്യമാണ്. വായന കുറഞ്ഞിട്ടുള്ളത് ഒരു സത്യമാണ്. എങ്കിൽ ഇത്തരത്തിലുള്ള കവിതകളൊക്കെ ഇപ്പോഴും കുട്ടികൾ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വഴികളിലൂടെയാണ് നമ്മുടെ കവികളെല്ലാം കടന്നു വന്നത്. കവിതയുടെ അതുപോലെ എഴുത്തിൻ്റെ ലോകമൊക്കെ തുറന്നത് ആ വിധത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. ഞാൻ നീട്ടി പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവരതിനാണ് ഇത്രയും സമയമൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു വന്നത്. ഈ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ സാർ ഇങ്ങനെ കവിതകൾ പാടി കണ്ടു. എത്ര മനോഹരമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പോകുന്നു. മക്കളെ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ കുറിച്ചു വെച്ചത്, മനസ്സിൽ കണ്ടത്, സാറിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള അവസരമാണ്. നിങ്ങളിലേക്ക് മൈക്ക് തരികയാണ്. അപ്പോൾ ഈ മൈക്ക് തന്നെ, സാറിൻ്റെ മൈക്ക് തന്നെ തരാം. അപ്പോൾ നിങ്ങൾക്ക് സാറിനോട് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ആരാണ് കൗതുകത്തോടെ കാത്തിരിക്കുന്നത്? സാറിനെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? സാറ് എഴുത്തുകാരനാണല്ലോ, അപ്പം സാറിനെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? എഴുത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ വായന തന്നെയാണ്. എന്നെ മാത്രമല്ല, പഴയ കാലത്ത് എഴുത്തുകാരെയും ചിന്തകന്മാരെയും പ്രാസംഗികരെയും എല്ലാം വാർത്തെടുത്തത് നമ്മുടെ എഴുത്താണ്. ആ വായന തന്നെയാണ്. ഞാൻ നന്നായിട്ട് വായിച്ചിരുന്ന ആളാണ്. കുട്ടിക്കാലത്ത് എൻ്റെ അടുത്തൊരു വായനശാലയുണ്ട്, ഇപ്പോഴുള്ള വായനശാലയാണ്, 100 കൊല്ലം കഴിഞ്ഞ വായനശാല. ജനതാ വായനശാല എന്നാണ് അത് പേര്. തൊട്ടടുത്തുള്ളത് അതാണ്. അതിനുശേഷമുള്ള മറ്റു ലൈബ്രറികളിലൊക്കെ പോകാൻ തുടങ്ങി. ആ വായനശാലയിലുള്ള എല്ലാ പുസ്തകവും ഞാൻ വായിച്ചു. അവിടെ എല്ലാം പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ വരുന്നതെന്ന് കേട്ടാൽ കാവലിരിക്കും പോയി. അത്രയേറെ താല്പര്യത്തോടു കൂടിയാണ് അന്ന് കൃതികളൊക്കെ വായിച്ചത്. ആ വായനയാണ്, ഒരു സംശയമില്ല, ആ വായനയുടെ അനുഭവം തന്നെയാണ് എന്നെ എഴുത്തുകാരനാക്കി മാറ്റിയത്. ഈ തലമുറയിലുള്ള കുട്ടികൾ പേര് പറഞ്ഞു. അന്റോണിയോ ബിനു. ഈ തലമുറയിലുള്ള കുട്ടികളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഇപ്പോ ഞങ്ങളുടെ എല്ലാം ഒരു സംശയം, കുട്ടികളുണ്ടോ എന്നതാണ്. പണ്ട് തുമ്പിയുടെ പിന്നാലെ പായുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൂപ്പൻ താടിയുടെ പിന്നാലെ പായുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
പൂവിനെ നുള്ളി നോവിക്കാതെ താലോലിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ആ പൂക്കളുടെ ആകൃതി ആസ്വദിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു മനസ്സിൻ്റെ അടയാളമായിട്ടുണ്ടായിരുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ ചൊല്ലിയതുപോലുള്ള കുഞ്ഞു മുത്തശ്ശിപ്പാട്ടുകൾ പാടുന്ന കുട്ടികളും ഇല്ല. എല്ലാം വലിയ മനസ്സുള്ള, വലിയ ചിന്തയുള്ള കുട്ടികളെ മാത്രമാണ് കാണുന്നത്. അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അവർക്ക് വലിയ മനസ്സുണ്ടാകുന്നതിൽ ഇത്ര കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ, പക്ഷേ കുട്ടിത്വം എന്നത് പ്രത്യേകമായ ഒന്നാണ്. അത് ആ കുട്ടിത്വത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അപ്പം ഇപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെ ചിന്ത, ഇപ്പൊ കുട്ടികളോടൊരു കവിത എഴുതാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലുള്ളൊരു ലളിതമായ 4 വരി എഴുതാൻ കഴിയില്ല. അവർ വലിയ ഗഹനങ്ങളായ കാര്യങ്ങൾ എഴുതും. ലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെക്കുറിച്ചെല്ലാം അവർക്കറിയാം. അതെല്ലാം അവർ പങ്കുവയ്ക്കും. പക്ഷെ ആ കുട്ടിത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നു. അവർ ആ കുട്ടിത്വമില്ലാതെ ഏത് ലോകത്തിലേക്കാണ് പോകുന്നത്. ഞാനത് കുട്ടിത്വത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കാം. തുമ്പപ്പൂവ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് ഇപ്പോൾ തുമ്പപ്പൂവൊക്കെ ഇങ്ങനെ പറിച്ച് നോക്കും. തുമ്പപ്പൂ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ? നല്ല കാണാത്ത കുട്ടികൾ ധാരാളം ഉണ്ടാവും. തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഇതിനൊക്കെ വേറെ വേറെ സൗന്ദര്യവും വേറെ വേറെ നിറവും വേറെ വേറെ ആകൃതിയുമാണ്. ഇത് ശരിക്കൊരു മാലാഖയുടെ കാല് പോലെയാണെന്ന് തോന്നിയിട്ടുള്ള ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? മാലാഖ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മാലാഖയാണ്. ലോകത്തിലുള്ള എല്ലാ കഥകളിലും, കുഞ്ഞുങ്ങളുടെ കഥകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മാലാഖമാരാണ്. നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തിലൊക്കെ മാലാഖമാര് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ മാലാഖമാരുടെ വെളുത്ത പാദങ്ങളാണ്. ആ വെളുത്ത പാദം പോലെ തന്നെയാണ് മാലാഖയുടെ കുഞ്ഞി പാദം പോലെയാണ് ഇതിൻ്റെ ആകൃതി. കൃത്യമാണ്, ഒരു വ്യത്യാസമില്ല. നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥയില്ല. അത് വെച്ച് അത് കാണുമ്പോൾ അത് കണ്ടിട്ട് കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടാകുന്നത്. ഒരു മാലാഖയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കഥ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. മാലാഖയുടെ കുഞ്ഞുപാദങ്ങളെ പറ്റി നല്ല മനോഹരമായ കഥ. ഞാനത് തളിരിൽ സുഗതകുമാരി എഡിറ്റർ ആയിരിക്കുമ്പോഴാണ് അയച്ചു കൊടുത്തത്. സുഗതകുമാരി നീണ്ടൊരു കത്തോടു കൂടിയാണ് ആ കഥ പ്രസിദ്ധീകരിച്ചത്. അത്രയും താല്പര്യം അവർക്ക് തോന്നി ഒരു കഥയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ ഈ പൂക്കളെ നോക്കുമ്പോഴൊക്കെയാണ്. അതുപോലെ ഒരു പൂവിനെ കാണുമ്പോഴാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഒരു പൂവ് ഇന്നലെ വരെ നമ്മുടെ വീട്ടുമുറ്റത്ത് പൂവുണ്ടായിരുന്നില്ല. ഇന്ന് എഴുന്നേറ്റ് നമ്മൾ ചെല്ലുമ്പോൾ വീട്ടുമുറ്റത്തൊരു പൂവ് കാണുന്നു. ആ കാണുന്ന പൂവിനോട് കുഞ്ഞ് ചോദിക്കാൻ തോന്നും, ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത്ര നാളെങ്ങനെ നീ പോയി പൂവേ, മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാകണമെങ്കിൽ ആ പൂ കാണണ്ടേ? നമ്മൾ പൂക്കളെ കാണും. പക്ഷെ അങ്ങനെ പൂവിനെ നോക്കുന്ന, പൂമ്പാറ്റയെ നോക്കിയിട്ടാണല്ലോ കുമാരനാശാന്റെ കുട്ടി പറഞ്ഞത്. ഇങ്ങനെ പൂന്തോട്ടത്തിൽ അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പൂവിൽ നിന്നൊരു പൂ പറന്നു പോകുന്നു. അപ്പോഴാണ് കുഞ്ഞ് ചോദിക്കുന്നത്, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അമ്മയോട് ചോദിക്കുന്നത് എന്താണ്? അമ്മേ, ഈ വല്ലിയിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ പറന്നു പോകുന്നല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്നു, എന്താണ്? തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. തെറ്റി ഉണ്ണി, നിനക്ക് തെറ്റിപ്പോയി. ഇത് പൂവല്ല ഈ പറന്നു പോകുന്നത്, ഇതാണ് പൂമ്പാറ്റകൾ എന്ന് ചൊല്ലിക്കൊടുക്കുന്ന. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറയുന്ന അമ്മേ എന്ന് ചോദിക്കാനുള്ള കുഞ്ഞു മനസ്സ് ആ തോട്ടത്തിലൂടെ നടന്നപ്പോഴാണ് കുഞ്ഞിനുണ്ടായത്. ആ പൂക്കളിലേക്ക് നോക്കിയപ്പോഴാണ് കുഞ്ഞിനുണ്ടായത്. ഈ ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ്
ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാസ്റ്റർ കവിത പഠിച്ച ആരെങ്കിലും ഉണ്ടോ സ്കൂളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാസ്റ്റർമാരുണ്ടോ? ഒന്ന് അതിനെക്കുറിച്ച് ചോദിക്കാം. മാസ്റ്റർ കവിതയോ കഥയോ പഠിച്ചവരെ സ്കൂളിലൊക്കെ അല്ല ചോദ്യങ്ങൾ പറയട്ടെ. അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചോ. എൻ്റെ പേര് അഭിരാമി സുദേശ്. സാർ എഴുതിയ കവിതയോ അല്ലെങ്കിൽ കഥയിലോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അതിൻ്റെ കാരണവും എന്താണ്? കവിതകളെല്ലാം ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ ചോദിക്കാം. കൂടുതൽ മക്കളുണ്ടായിപ്പോയെന്ന് കരുതി നമ്മൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാവും. പിന്നെ ചില പ്രത്യേക വാത്സല്യം ചിലതിനോട് വരും, അത്രേ ഉള്ളൂ. അത് അങ്ങനെ പല കവിതകളും ഉണ്ടാവും. നമുക്ക് ഓരോ കവിതയ്ക്കും ഓരോരോ പ്രത്യേകതകളാണുള്ളത്. ഞാനിങ്ങനെ എപ്പോഴും ഇതേപോലെ ചോദിക്കുമ്പോൾ ചൊല്ലാറുള്ള ഒരു കവിത ഒരു പറക്കെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞ എൻ്റെ വളരെ ഒരു പഴയ കവിതയാണ്, ആദ്യകാല കവിതയാണ് പറക്കെഴുന്നള്ളത്ത്. ഇത് എഴുതാൻ കാരണം എൻ്റെ വീട് പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ ഈ വൈപ്പിൻ ദ്വീപിലാണ്. വൈപ്പിൻ ദ്വീപിൻ്റെ അറ്റത്തൊരു പള്ളിപ്പുറമുണ്ട്. പള്ളിപ്പുറം ധാരാളമുണ്ട്, 22 പള്ളിപ്പുറങ്ങളുണ്ട് കേരളത്തിൽ. അതിലൊരു പള്ളിപ്പുറമാണ് ഈ എറണാകുളം ജില്ലയിൽ ഒന്നുള്ളൂ. എറണാകുളം ജില്ലയിലുള്ള പള്ളിപ്പുറമാണ് അവിടെ ഉള്ളത്. ആ പള്ളിപ്പുറത്ത് ബസ്സൊന്നും ഇല്ലാത്ത കാലം, ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ ബസ് വണ്ടിയൊന്നും ഇല്ലാത്ത കാലമുണ്ട്. അപ്പം അന്ന് ഉത്സവം കാണുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് ഒരു ആന വരും. ദേവസ്വംക്കാർ ഒരു ആനയെ അയക്കും. ആ ആന ഒരാഴ്ചക്കാലം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ആനയെ കാണാൻ ഞങ്ങളൊക്കെ ഇങ്ങനെ പോവും. ഒരു ദിവസം ആന ഞങ്ങളുടെ വീട്ടുമുറ്റത്തു കൂടി ഇങ്ങനെ എഴുന്നള്ളി പോവും. എല്ലാ വർഷവും നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചെണ്ടക്കാരുടെ അകമ്പടിയോടുകൂടി കോലുവിളക്കൊക്കെ കത്തിച്ച ആള്, അതിൻ്റെ കോലൊക്കെ പിടിച്ചിരിക്കുന്ന ആളുടെ അകമ്പടിയോടുകൂടി ഇങ്ങനെ ആന പറക്കെഴുന്നള്ളത്തിന് പോകും. അതൊരു ചടങ്ങാണ്. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പറക്കെഴുന്നുള്ളത് ഒരു നേർച്ച കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു ചടങ്ങാണ്. അതിനുവേണ്ടി ആനയുടെ അകമ്പടിയോടുകൂടിയാണ് അവർ പോകുന്നത്. ഇത് കണ്ട് ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ കണ്ട് പരിചയിച്ച ഒരു ശീലമായിരുന്നു. എനിക്ക് വലിയ കൊദ്യമായിരുന്നു ആ കാഴ്ച കാണാൻ. അങ്ങനെ ആ കൊട്ടൊക്കെ കേട്ടാൽ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കും ഈ ആന വരുന്ന ആ വരവ് കാണാനായിട്ട്. അപ്പൊ കുഞ്ഞുനാളിൽ ഇങ്ങനെ കണ്ട കാഴ്ച കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മുതിർന്നു വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ ഈ ആന പതുക്കെ ഈ നെറ്റിപ്പട്ടൊക്കെ കിട്ടി പുറത്തേക്ക് വന്നു. അത് ഈണത്തിലും താളത്തിലുമാണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റിപ്പട്ടം കെട്ടി വരുന്നു കുട്ടിക്കൊമ്പൻ നീലാണ്ടൻ, നെറ്റിപ്പട്ടം കെട്ടി വരുന്നു കുട്ടിക്കൊമ്പൻ നീലാണ്ടൻ, തക്കിട തരികിട ചെണ്ടക്കാരുടെ ചേലേറുന്നൊരു മുടിയാട്ടം, പെപ്പര കൊമ്പും കുഴലും ജില്ലമിലത്താളം, പറവൂരുള്ളൊരു പറയക്കാവിൽ പൂരം വന്നതറിഞ്ഞില്ലേ. അപ്പൊ പള്ളിപ്പുറത്തുകാരൻ പറവൂർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അതങ്ങനെ എഴുതും. പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴങ്ങില്ല. ഈ വാക്കുകളൊക്കെ വഴങ്ങിക്കെട്ടണം കവിതയിൽ ഇങ്ങനെ ഒതുങ്ങിക്കെട്ടും. പാമ്പാട്ടി ആ വലിയ കൂടയിൽ പാമ്പിനേക്ക് ഒതുക്കുന്നത് പോലെ ഈ വാക്കുകളെ ഒതുക്കാൻ കഴിയണം. അതൊരു കരവിരുതാണ്. അത് കവികൾക്ക് എഴുത്തുകാർക്കൊക്കെ ഉള്ള പ്രത്യേകമായ കരവിരുതാണ്. അപ്പം അതുകൊണ്ടാണ് അത് പറയാനൊക്കെ സുഖമാണ്, ചൊല്ലാനൊക്കെ സുഖമാണ്. പറവൂരുള്ളൊരു അപ്പം ഞാൻ എൻ്റെ നാട്ടിനെ വിട്ടിട്ട് തൊട്ടടുത്തുള്ള നാടിനെ അടയാളപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പറവൂരുള്ളൊരു പറയക്കാവിൽ പൂരം വന്നതറിഞ്ഞില്ലേ, പറഞ്ഞു വേണ്ടി എഴുന്നള്ളുന്നു കുട്ടിക്കൊമ്പൻ നീലാണ്ടൻ. ഈ പറയെടുപ്പിന് വേണ്ടി കുട്ടിക്കൊമ്പൻ കോലം പേറി ഇരിപ്പൂമകളിൽ കോവിലകത്തെ കുഞ്ഞാണ്ടൻ, കുട ചൂടിക്കാൻ പിന്നിലിരിപ്പൂ കുടവയറുള്ളൊരു ചെരികണ്ടൻ, കോലുവിളക്കുട മുമ്പേ നടപ്പൂ കോണകവാലനുരിക്കണ്ടൻ, കുംഭകുലയ്ക്ക് മുറുക്കി തൊപ്പി പിമ്പ വരുന്നു കാര്യസ്ഥൻ, ഈച്ചകളെ പോലരികത്തുണ്ടേ കൊച്ചു കിടാങ്ങൾ 100 എണ്ണം, ആനച്ചന്തൻ കണ്ട് രസിപ്പൂ ആളുകളെല്ലാം രസമോടെ, നെറ്റിപ്പട്ടം കെട്ടിവരുന്നു കുട്ടിക്കൊമ്പൻ നീലാണ്ടൻ, തക്കിട തരികിട ചെണ്ടക്കാരുടെ ചേലേറുന്നൊരു മുടിയാട്ടം. ഇതാണ് അന്ന് എൻ്റെ മനസ്സിൽ നിന്ന് കാരണം കുഞ്ഞുനാൾ മുതൽ ശീലിച്ച ആ കാഴ്ച
താളവും ഈണവും എല്ലാം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ അതെൻ്റെ മനസ്സിൽ നിന്ന് നെറ്റിപ്പട്ടം കിട്ടി പുറത്തേക്ക് വന്നു. ഇങ്ങനെ തന്നെയാണ് കവിത വരുന്നതെന്നാണ് ഞങ്ങളുടെ എല്ലാം വിചാരം. പഴയ കവികളുടെ എല്ലാം വിചാരം അങ്ങനെയാണ്. ആ രീതിയിൽ തന്നെ ആയിരുന്നു കവിത. കാരണം കവിതയ്ക്ക് ഈണം വേണം, താളം വേണം, വൃത്തം വേണം എന്നൊക്കെ ഒരു നിബന്ധനയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇതുവരെയുള്ള ഈ അടുത്ത സമീപകാലം വരെ കവിതകൾ എഴുതിയിരുന്നത്. കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, മുതിർന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ കവിത എന്ന് പറഞ്ഞാൽ ആ കവിതയ്ക്ക് ഈണവും താളവും കൊഴുപ്പുമുണ്ട്. എത്ര ഗഹനമായ കവിതയായാലും മേലാളരെ ധർമ്മം ഒഴിക്കു നിങ്ങൾ കാണിക്ക വയ്ക്കും തനി മുത്തിനേക്കാൾ കൂലിപ്പണിക്കാർ അവർ തൻ വിയർപ്പ് നിർത്തുള്ളിയാണ് ഈശ്വരന് ഏറെ ഇഷ്ടം. വള്ളത്തോളിന്റെ കവിതയാണ്. വള്ളത്തോളിന്റെ മാപ്പെന്ന വലിയ തൊഴിലാളി വർഗ സ്നേഹം ഉയർത്തി കാണിക്കുന്ന ഒരു കവിതയാണ്. ഒരു തീവണ്ടി ആപ്പീസിൽ തലകറങ്ങി വീഴുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതുന്ന കവിതയാണ്. അതെല്ലാം വരികയാണ്. ആ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വള്ളത്തോൾ പറയുന്നത് എന്താണ്? മേലാളരെ അല്ല, അയ്യോ മുതലാളിമാരെ, മേലാളരെ ധർമ്മ വഴിക്ക് നിങ്ങൾ കാണിക്ക വയ്ക്കും തനി മുത്തിനേക്കാൾ കൂലിപ്പണിക്കാരവർ തൻ വിയർപ്പ് നിർത്തുള്ളിയാണ് ഈശ്വരനെ ഏറെ ഇഷ്ടം. ഈശ്വരന് നിങ്ങൾ വലിയ പണക്കാർ കൊണ്ടുവന്നു കൊടുക്കുന്ന വലിയ വിലയേറിയ മുത്തിനേക്കാളും രത്നത്തെക്കാളും ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത് റോഡിൽ പണിയെടുക്കുന്നവൻ്റെയും വള്ളം കൊന്നുന്നവൻ്റെയും കടലിൽ പോയി മത്സ്യപ്പിടിക്കുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും എല്ലാം വിയർപ്പിൻ തുള്ളികളാണ് എന്ന് എഴുതിയാണ് വള്ളത്തോൾ. അപ്പൊ ഇത് ഞാൻ ഓർമ്മിക്കാൻ, ഈ കവിത ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്താണ്? അതിനൊരു ഈണവും താളവും ഉള്ളതുകൊണ്ടാണ്. എനിക്ക് വേറെ അകമ്പടി ഒന്നും വേണ്ട. ഇതിന്റെ വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. പൂന്താനം എന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൂന്താനം കമ്പ്യൂട്ടറിൽ വരുന്നതിനേക്കാൾ, കമ്പ്യൂട്ടറിൽ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ നാവിൻ തുമ്പിൽ പൂന്താനം വന്ന് നിൽക്കും. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും പോവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പോവാൻ. ചിന്തിപ്പിക്കുന്ന, നമ്മളെ പിടിച്ചൊലക്കുന്ന കവിത. ഇത് താളത്തിനും ഈണത്തിനും ആയതുകൊണ്ടാണ് എനിക്ക് ചൊല്ലാൻ കഴിയുന്നത്. സുഗതകുമാരിയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരും വേറെ ഈണം വരും. മരത്തിന് സ്തുതി എന്ന കവിത വരും. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിന്റെ തിരുമുടി ഇതാ തൊഴുന്നേൻ, നീലകണ്ഠ സ്വാമിയെ പോൽ വിഷത്താനെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നോനായി ഇതാ തൊഴുന്നേൻ. ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആ കവിത. മരത്തിനെ സ്തുതിക്കുന്ന കവിതയാണ്, വിശേഷപ്പെട്ട കവിതയാണ്. ഞാൻ ഈ പറഞ്ഞ 4 വരി തന്നെ ഒരു 3 പേജോ 5 പേജോ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ ആസ്വാദനം അവസാനിക്കില്ല. അത്ര വിശിഷ്ടമായ രീതിയിലാണ് സുഗതകുമാരി എഴുതിയിരിക്കുന്നത്. നീ മരം ചെയ്യുന്ന ഉപകാരങ്ങളാണ്, മരത്തിനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന. നീലകണ്ഠ സ്വാമിയെ പോൽ വിഷം തന്നെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നോനാ ഇതാ തൊഴുന്ന. നീലകണ്ഠ സ്വാമി ശിവൻ എന്താണ് ചെയ്തത്? കാളകൂട വിഷം താഴെ വീഴാൻ പോയപ്പോ അത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി, താഴെ വീഴാൻ സകലതും 1000 ആറ്റം ബോംബ് പൊട്ടുന്നതിനേക്കാൾ രൂക്ഷമായ ഫലം ഉളവാക്കുന്നതാണ് ഈ കാളകൂട വിഷം. അതുകൊണ്ട് താഴെ വീണാൽ സർവ്വം നശിക്കും. എടുത്ത് ഇങ്ങനെ ഭക്ഷിച്ചു, അതിങ്ങനെ കഴുത്തിലൂടെ ഇറങ്ങി ഉള്ളിലേക്ക് ചെന്നാൽ മരിക്കും. അപ്പൊ പാർവതിയൊക്കെ ചെന്ന് ഇങ്ങനെ കഴുത്തിന് അമർത്തി പിടിച്ചു താഴോട്ട് ഇറങ്ങാതിരിക്കാൻ. ആ വിഷം ഇങ്ങനെ വ്യാപിച്ചു. അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന പേര് വന്നതെന്നാണ്. ഈ നീലകണ്ഠ സ്വാമിയെ പോൽ വിഷം താനെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നത് ആരാണ്? മരം. മരത്തിന്റെ ജോലി അതാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ മരം കാണുന്നു, അല്ലേ, എന്തൊക്കെ സംഭവിക്കുന്നു, പ്രകൃതിയിൽ മരം ഉണ്ടെന്നല്ലാതെ. മരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇതാണ്. നമ്മളെ വിഷം മുഴുവൻ എടുത്തിട്ട് നമുക്ക് പ്രാണവായു തന്നുകൊണ്ടിരിക്കുന്നത് ഈ മരമാണ്. അങ്ങനെയുള്ള മരത്തിനെ സ്തുതിക്കണ്ടേ? അങ്ങനെ മരത്തിനെ സ്തുതിക്കാൻ വേണ്ടി സുഗതകുമാരി എഴുതിയതാണ് ഈ ഗാനം. ഇങ്ങനെ ഓരോരുത്തരും ഒരു വീണപൂവ്, കിടക്കുന്ന ഒരു വീണപൂവ്, നമുക്ക് എന്ത് വില? നമ്മൾ എത്രയോ വീണപൂവ് ചവിട്ടിക്കൊണ്ടാണ് ഓരോ ദിവസവും സ്കൂളിലൊക്കെ പോകുന്നത്. ക്ലാസ്സിലൊക്കെ തന്നെ, ക്ലാസ്സിന്റെ മുറ്റത്തൊക്കെ നടക്കുമ്പോൾ എത്രയോ
പൂക്കൾ, താഴെ വീണ് കിടക്കുന്ന പൂക്കളെല്ലാം നമ്മൾ ചവിട്ടി മെതിക്കുന്നുണ്ടാവും. ആശാൻ ആ വീണ് കിടക്കുന്ന പൂവിനെ കണ്ടിട്ട് ചവിട്ടി മെതിച്ചില്ല. അതിലൂടെ വലിയൊരു ഖണ്ഡകാവ്യം ഉണ്ടാക്കിയെത്തി. ആ ഖണ്ഡകാവ്യത്തിൽ കൂടി മനുഷ്യന് ചിന്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു വെച്ചു. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ ക്ഷണികതയെക്കുറിച്ച് അദ്ദേഹം പാടി. ആ പാവമോ മൽമലരെ ബദ നിന്റെ മേലും ക്ഷേപിച്ചതേ കരുണയറ്റ കരംകൃതാന്തൻ വ്യാപാരമേ ഹനനമം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്ന് കബോധമെന്നും. ഇത് ഈണത്തിലും താളത്തിലും വസന്ത തിലകം എന്ന് പറഞ്ഞ വൃത്തത്തിൽ ആണ് ആശാൻ എഴുതിയിരിക്കുന്നത്. അതിലെ വരികളൊക്കെ കേമമാണ്. ഇന്നീ വിധങ്കതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം. പൂവിനെ നോക്കിയിട്ട് പറയുന്നത് എന്താണ്? ഇന്നീ വിധങ്കതി നിനക്കൈ പോക. അല്ലയോ കൊച്ചു പൂവേ, ഇന്ന് നിനക്കിതുപോലുള്ള വിധി ഉണ്ടായി, നീ പോവുക. ഇന്നീ വിധങ്കതി നിനക്കൈ പോക പിന്നൊന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം. നീ പോകുന്നത് പോലെ തന്നെ, നീ അടർന്നു വീണത് പോലെ തന്നെ ഒരു ദിവസം ഞങ്ങളിവിടെ ഞെട്ടറ്റ് വീഴും. ഈ ഭൂമിയിൽ ഞങ്ങളും വീഴും, ഞങ്ങളും മണ്ണടി. അങ്ങനെ ഉള്ള ഉന്നതമായ കുന്നുമെന്നല്ല ആഴിയും ഒരിക്കൽ നശിക്കും ഓർത്താൽ. നമ്മൾ ഈ കാണുന്ന വലിയ പർവ്വതമായാലും അലയടിക്കുന്ന സമുദ്രമായാലും എല്ലാം ഒരു ദിവസം ഇല്ലാതാവുമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കവിത. ഇതെല്ലാം ഈണത്തിലും താളത്തിലുമായതുകൊണ്ടാണ് ഈ കവിതകളെല്ലാം നിലനിന്നത്. 118 ദിവസം മുമ്പ്, 118 വർഷം മുമ്പ് നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളല്ല, അതിൽ കൂടി താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരാള് ഒരു കവിതയിൽ എത്ര വർഷം മുമ്പാണെന്ന് ഓർക്കണം? 118 വർഷം മുമ്പ്. ആ കവിത എഴുതിയത് നിസ്സാരനായ ആളല്ല, കുട്ടിയും അല്ല, വെറുതെ മുതിർന്ന ആളെന്ന് പറയാവുന്ന ആളും അല്ല. ഇവിടെ നിന്നാൽ ആകാശം വരെ തലമുട്ടുന്ന അത്ര ഉന്നതനായ ഒരാൾ മലയാളത്തിലുണ്ടായിരുന്നു. ആ ആളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 118 വർഷം മുമ്പ് ഒരു കവിത എഴുതിയത്. എന്താണ് അദ്ദേഹം എഴുതിയത്? 8 വരി എഴുതിയുള്ളൂ, 8 വരി. ഒരു കാക്കയെ കാണുന്നു, ഒരു കുഞ്ഞ് കാക്കയെ കാണുന്നു. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ലീ നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചോ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേൾക്കണം. 118 വർഷം മുമ്പ് നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് പാടി വളരാൻ വേണ്ടി ഉന്നത ശീർഷനായ ആളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിന്നാൽ അറ്റം വരെ മുട്ടുന്ന ആള് തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. മലയാളത്തിന്റെ അങ്ങനെ ഉള്ള വലിയ മനുഷ്യനായിരുന്നു. ആരാണെന്ന് അറിയാമോ? ഏതെങ്കിലും കുട്ടിക്ക് അറിയാമോ? ടീച്ചറൊക്കെ ഇരിക്കേണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. തോമസ് തറയിൽ അച്ഛനൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ കവിത ആരാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് ആർക്കറിഞ്ഞൂടെ? അതാണ് ഇവിടെ ഒരു കുഴപ്പം. ഇതൊക്കെ ഈ മലയാളത്തിലുണ്ടായിട്ടുള്ള മണിമുത്തുകളാണ്. നീ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പാടില്ലാത്ത മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള കവി. ഇത് എഴുതിയത് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ, അല്ലേ? ആരാണ് എഴുതിയത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അദ്ദേഹം കുട്ടി കവിയായിട്ട് അറിയപ്പെടുന്ന ആളൊന്നും അല്ല, എങ്കിലും കുട്ടികൾക്ക് വേണ്ടി ധാരാളം നല്ല കവിതകൾ എഴുതി. അതിനിടയിൽ അതേപോലെ പ്രേമസംഗീതം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാലും നമുക്ക് മതി വരാത്ത രീതിയിൽ ഒരൊറ്റ മതമുണ്ടല്ലോ, ഇനി പ്രേമമതം എന്നല്ലോ പരക്കെ നമ്മെ പരമതൊട്ടും പർവണ ശശിബിംബം. അങ്ങനെ വളരെ ഉജ്ജ്വലമായ കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഉള്ളൂർ. ആ ഉള്ളൂര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഉന്നത ശീർഷനായ ആകാശം മുട്ടുന്ന ആളല്ലാതെ അദ്ദേഹം വെറുതെ ഒരു കൊച്ചു പയ്യനായി, ഒരു കുഞ്ഞ് മുണ്ട കൊടുത്ത ഒരു കൊച്ചു പയ്യനായി. എന്നിട്ടാണ് ആ കാക്കയെ കാണുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു മനസ്സുണ്ടായാൽ മാത്രമേ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ കഴിയൂ. അതുകൊണ്ട് അദ്ദേഹം ഈ ഉള്ളൂര് ഒരു കുഞ്ഞു മനസ്സുള്ള ആളായിട്ടാണ് കാക്കയോട് ചോദിച്ചത്. കാക്കയെ അല്ലെങ്കിൽ കഴിയില്ല,
ആ കുഞ്ഞിന്റെ മനസ്സ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്ത്. അപ്പൊ മറക്കരുത്, നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ, UK ആസ്ട്രേലിയയിലേക്കോ പോകാതെ ഇവിടെ ഉണ്ടെങ്കിൽ PSCയുടെ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. എഴുതാൻ ചെല്ലുമ്പോൾ ആ PSCയുടെ പേപ്പറിൽ ഇതുണ്ടാവും, കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ള കവിതയുടെ കർത്താവ് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അക്കിത്തം ഉള്ളൂർ എസ്കപ്പറ്റക്കാടുന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ഓർക്കണം. ഉള്ളൂർ S പരമേശ്വരയ്യരാണ് വലിയ അഭിമാനശാലികളായി. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി എഴുതണമെങ്കിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതണമെങ്കിൽ നമ്മൾക്കൊരു കുട്ടിയുടേതായ മനസ്സ് വേണം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുവരെ ഉള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടിത്വം നിറഞ്ഞൊരു മനസ്സുള്ളവർക്ക് മാത്രമേ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ കഴിയൂ. അങ്ങനെ അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ലോകത്തിലേക്ക് വരില്ല, കുട്ടിയുടെ ആ സീമയിലേക്ക് എത്തിച്ചേരില്ല, വലുതായി പോകും. എഴുതാൻ കഴിയും, പക്ഷെ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഈ കാക്കേ കാക്കേ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ? ഏത് കുട്ടി ഇഷ്ടപ്പെടും? പക്ഷെ അദ്ദേഹം വളരെ പ്രായത്തിലാണ്. മുത്തശ്ശനായിരിക്കുന്ന കാലത്താണ് നമ്മുടെ G. ശങ്കരക്കുറുപ്പ്. അറിയാമോ G. ശങ്കരക്കുറുപ്പിനെ കേട്ടിട്ടുണ്ടോ? ആര് കേട്ടിട്ടുണ്ട് G. ശങ്കരക്കുറുപ്പിനെ? എന്താണ് G. ശങ്കരക്കുറുപ്പിനെ പറ്റി കേട്ടത്? വെറുതെ പേര് കേട്ടിട്ടുണ്ടെന്നുള്ള എന്താണ് കേട്ടിട്ടുള്ളത് പോലെ പറയാമോ? ഒന്ന് ആരും പറയില്ല. നമ്മളെ ഈ ഭാഷയിൽ നിന്ന് അകന്നു പോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ മലയാളിയുടേതായ മറക്കാനാവാത്ത ചില സംഭവങ്ങളുണ്ട്. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. G. ശങ്കരക്കുറുപ്പിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. വള്ളത്തോളിനെ, ഉള്ളൂരിനെ ഒക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത ആളുകൾ തന്നെയാണ്. അപ്പോ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം നമ്മളിപ്പോൾ പറഞ്ഞ G. ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ എറണാകുളത്ത് തന്നെയാണ് ജീവിച്ചത്. നാട് അദ്ദേഹത്തിൻ്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അടുത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. നായത്തോടെന്ന് അപ്പോ അദ്ദേഹം G. ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ നായത്തോടുകാരനാണ്. അദ്ദേഹം പിന്നീട് ജീവിച്ചത് ഇവിടെ ശങ്കരക്കുറുപ്പ് റോഡൊക്കെ ഉണ്ട്, ആ സ്ഥലത്താണ്, കാരിക്കാമുറി ഭാഗത്താണ്. അപ്പോൾ അവിടെ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കവി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന വലിയ പ്രത്യേകതയുള്ള ആളാണ്. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ, കേരളം പോട്ടെ മലയാളവും പോട്ടെ, ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വിശേഷപ്പെട്ട സമ്മാനം പറഞ്ഞു കറക്റ്റ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. മോളുടെ പേരെന്താണ്? അപ്പോൾ ജ്ഞാനപീഠ അവാർഡ് നേടിയ ആൾ, നേടിയതെന്നല്ല ആദ്യത്തെ ഇന്ത്യയിൽ ഇത് ഏർപ്പെടുത്തിയിട്ട് ഏത് ഭാഷയ്ക്ക്, എത്ര ഭാഷകളുണ്ട്, സജീവമായിട്ടുള്ള ഭാഷകൾ എത്രയോ ഉണ്ടല്ലേ, ആ ഭാഷകളിലെല്ലാം ഉന്നതമായ സാഹിത്യ പാരമ്പര്യമുള്ള തമിഴ് സാഹിത്യമായാലും ബംഗാളി സാഹിത്യമായാലും ഹിന്ദി സാഹിത്യമായാലും കർണാടക സാഹിത്യമായാലും എല്ലാം മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള നാടുകളാണ്. അവിടെ എല്ലാം ഇതേപോലെ വലിയ എഴുത്തുകാരുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ സമ്മാനം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് അന്ന് ഈ അതിൻ്റെ ഫൗണ്ടേഷൻ ആലോചിച്ചപ്പോൾ അവസാനം കണ്ടെത്തിയത് മലയാളിയായ G. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതി ആസ്പദമാക്കി അദ്ദേഹത്തിന് കൊടുക്കാനാണ്. അതാണ് ആ പുരസ്കാരം നേടിക്കൊണ്ടുവന്ന ആളാണ് G. ശങ്കരക്കുറുപ്പ്. ആ G. ശങ്കരക്കുറുപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കവിത എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും കവിത നിങ്ങളുടെ ഓർമ്മയിലുണ്ട്? G. ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുള്ള 3 പുസ്തകങ്ങളാണ് G. ശങ്കരക്കുറുപ്പ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. എന്താണ്
ഉണ്ട്. അത് ചിലപ്പോൾ മുതിർന്ന ഉൾക്കൊള്ളതിനെടുത്ത് ചേർത്തായി. ഓർമ്മയുണ്ട് അതിൻ്റെ വരികളുണ്ട്, ഓർമ്മയുണ്ട് മോന്? ജീവനുള്ള വരികൾ. അദ്ദേഹം 3 പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി, 4 പുസ്തകം എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു. 3 കവിതാ പുസ്തകങ്ങളാണ്, ഒരെണ്ണം ഒരു കഥാപുസ്തകമാണ്, രാജാ റാണി. 3 പുസ്തകങ്ങൾ, ഒന്ന് ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, കാറ്റേവ കടലേവ. ഇളം ചുണ്ടുകൾ, ഓലപ്പീപ്പി, കാറ്റേവ കടലേവ. അത് കൂടുതലും അന്നത്തെ പാഠപുസ്തകങ്ങളിലെല്ലാം വന്ന കവിതകളാണ്. അദ്ദേഹം തന്നെ എഴുതിയത് ഒന്നാന്തരം കവിതകളാണ്. അത് അദ്ദേഹം കുട്ടിത്തം നിറഞ്ഞ മനസ്സോടുകൂടി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത്. ആനയെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് വായിച്ചാൽ, അദ്ദേഹം പ്രത്യേകിച്ച് മലയാറ്റൂരൊക്കെ ആയിട്ട് അടുപ്പമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആനകളൊക്കെ, കാട്ടാനയൊക്കെ കണ്ടുള്ള അനുഭവമുണ്ട്. ആ അനുഭവങ്ങളൊക്കെ വെച്ചായിരിക്കും അദ്ദേഹം ആനത്തലവൻ എന്ന് പറഞ്ഞൊരു കവിത പുസ്തകത്തിലുള്ളതാണ്, ഓലപ്പിപ്പിയിലുള്ളതാണ്. 8 വരിയുള്ളൂ, എല്ലാം 8 വരി കവിതകളാണ്. കാടുകുലുക്കി നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, കാടുകുലുക്കി നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, മുമ്പേ ചെന്നാൽ ചെമ്പുലിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ, കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞെഴുന്നള്ളുകയല്ലല്ലി, ഈന്തൽത്തലരും പച്ചത്തലരും കാട്ടിൽ സുഖമല്ലല്ലി. 8 വരി. ഈ 8 വരിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങളിത് പഠിച്ചാലേ അത് മനസ്സിലാവും. ഈ 8 വരി ആനയുടെ സകല ഗാംഭീര്യമുണ്ട്, ആനയുടെ വലിപ്പമുണ്ട്, ആനയുടെ ജീവിത രീതിയുണ്ട്, ആനയുടെ സുഖകരമായ രാജാവ് കുളിക്കുന്ന പോലെ, ചക്രവർത്തി കുളിക്കുന്ന പോലെയുള്ള ആ നീരാട്ടിൻ്റെ, കാട്ടാറിൽ നീരാട്ട് കഴിക്കുന്നതിനെ പറ്റി എല്ലാം ഇതിൽ പറഞ്ഞു. ആ 8 വരി ഒരു ആനയെ ഗംഭീരമായിട്ട് ഒതുക്കിയിരിക്കുക കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് അത് എഴുതാൻ കഴിഞ്ഞത് വലിയ ജീശങ്കരക്കുറിപ്പാണ്. വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാതി കഥമാ പ്രഭാവമേ, നിന്നിൽ നീ വിടരുന്നു, നിന്നിൽ നീ കൊരുക്കുന്നു, നിന്റെ സർഗാവിഷ്കാര കൗതുക മനാദ്യന്തം എന്ന് വിശ്വദർശനത്തിൽ പാടുന്ന ആ കവിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാടിയപ്പോൾ വേറെ ആളായി. വാഗുരുവി വരുകുരുവി വാഴ കൈമേലിരു കുരുവി, ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ്, ഇളം ചുണ്ടുകളിലുള്ളതാണ്. വാഗുരുവി വരുകുരുവി വാഴ കൈമേലിരു കുരുവി, നാര് തരാം ചകരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. ഇങ്ങനെയുള്ള നിരവധി കവിതകൾ, കുട്ടിക്കവിതകൾ, കുട്ടികൾക്കുള്ള നാടൻ പാട്ടുകളും മുത്തശ്ശിപ്പാട്ടുകളൊക്കെ അളവില്ലാത്ത മട്ടിൽ തന്നെ മലയാളത്തിലുണ്ട്. നിങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളൊക്കെ കവിതയോ കഥയോ ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കഥയൊക്കെ നമുക്ക് ഏത് രീതിയിലും പോവാം. കഥയ്ക്കൊന്നും ഒരു പുതിയ കാഴ്ചപ്പാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഘടനയിലൊന്നും മാറ്റം അത്ര വലുതായിട്ട് ഉണ്ടായിട്ടില്ല. കഥ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തെളിയിച്ച്, വായിച്ചാൽ മനസ്സിലാകാത്ത കഥകളുണ്ട്, എങ്കിലും അത് വലിയ സുഗമമായ രീതിയിലാണ്. കവിതയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപിടി കവിതകൾ, ഈ മഹാകവിത്രയത്തിൻ്റെയും പ്രാചീന കവിത്രയത്തിൻ്റെയും കവിതകളൊക്കെ ഇങ്ങനെ ഉരുവിട്ട് പഠിച്ച ആളുകൾ. പക്ഷെ ഇപ്പോൾ ഒരു കവിത വന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ നേരെ വായിച്ചാൽ മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ നേരെ നോട്ടം കൊണ്ടാണ് കുഴപ്പമെന്ന് വിചാരിച്ച് പതുക്കെ ചരിച്ചു, അങ്ങനെയും മനസ്സിലാകുന്നില്ല. തലകുത്തി നിർത്തി വായിച്ചാലും മനസ്സിലാകുന്നില്ല. ഒരു തരത്തിലും വായിച്ചാൽ മനസ്സിലാകാത്ത കവിത. അതുകൊണ്ട് ആളുകൾ കവിതയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. അതൊക്കെ വായനയില്ല. എഴുതുന്ന കവി വായിക്കലുണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ ആസ്വാദകരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടാവും എന്നല്ലാതെ ഇതേപോലെ ആസ്വദിക്കുന്ന ആളുകൾ, ആസ്വാദന രീതിയിലുള്ള കവിതകൾ എഴുതുന്നവർ വളരെ കുറഞ്ഞു. ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മിക്ക് എപ്പോഴും നല്ല വൃത്തനിബദ്ധമായ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രഭാവർമ്മയെ പോലുള്ള ആളുകൾക്ക് നല്ല ജയകുമാർ, കെ ജയകുമാറിനെ പോലുള്ള ആളുകളൊക്കെ വൃത്തനിബദ്ധമായ കവിതകൾ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഈണം, ഇപ്പൊ കാക്കേ ഇതൊക്കെ ഈ മുത്തശ്ശിപ്പാട്ടിൽ നിന്ന് വന്ന ഈണങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി, നമ്മളിതൊന്നും നമ്മൾ പുതുതായിട്ട് കണ്ടെടുത്തതല്ല. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവെന്നൊക്കെ നമ്മൾ പറയുന്നത് അദ്ദേഹമാണ് ഈ കിളിപ്പാട്ട് വൃത്തങ്ങളൊക്കെ കൊണ്ടുവന്നു നമുക്ക് കവിത എഴുതാനുള്ള വൃത്തങ്ങൾ. അത് അദ്ദേഹം കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇവിടെ മലയാളത്തിലുണ്ടായിരുന്ന മുത്തശ്ശി പാട്ടുകൾ പരിഷ്കരിച്ചതാണ്. 900 കൊല്ലം മുമ്പ് കാസർഗോഡുള്ളൊരു മുത്തശ്ശി പാടിയ ഒരു പാട്ടാണ്
ശങ്കര ചേട്ടനോ മക്കളില്ലഞ്ഞിട്ട് ചക്കക്കൂരുവിനെ ദത്തെടുത്തു. ശങ്കര ചേട്ടനോ മക്കളുണ്ടായപ്പോ ചക്കക്കൂരുവിനെ ചുട്ടു തന്നു. കേട്ടിട്ടുണ്ട്? ഈ ഈണം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല, ഈ ഈണം കേട്ടിട്ടുണ്ടോ? ശങ്കര ചേട്ടനോ മക്കളില്ലഞ്ഞിട്ട് ചക്കക്കൂരുവിനെ ദത്തെടുത്തു. ശങ്കര ചേട്ടനു മക്കളുണ്ടായപ്പോ ചക്കക്കൂരുവിനെ ചുട്ടു തന്നു. ഇതെവിടെ കേട്ടിട്ടുണ്ട്? ഈ ഈണം പറഞ്ഞു. രണ്ടുവരിയായാലും മതി, രണ്ടുവരി മതി, രണ്ടുവരി. നിങ്ങൾ വേറെ ആരും കേട്ടിട്ടില്ലേ ഈ ഈണം? പക്ഷെ ഓർമ്മയില്ല. അപ്പോ ഇത് ഈ ഈണം മലയാളത്തിൽ നിലനിൽക്കുന്നതാണ്. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാല് പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ആ ഈണം തന്നെ ഇത് അമ്മൂമ്മ ചൊല്ലിയ ഈ ഈണം തന്നെയാണ്. ശങ്കര ചേട്ടനു മക്കളില്ലഞ്ഞിട്ട് ചക്കക്കൂരുവിനെ ദത്തെടുത്തു. ആ ഈണം പിന്നീട് ആരാണ് നന്നായിട്ട് എടുത്ത് കൈകാര്യം ചെയ്തത്? ചെറുശ്ശേരി നമ്പൂതിരി. ഞാൻ അതിന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥയില് ഈ ഈണത്തിലാണ് കൃഷ്ണഗാഥ ഉണ്ടാക്കിയത്. അത് പിന്നീട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നും നിലനിൽക്കുന്ന നല്ല ഈണം അത് തന്നെയാണ്. അപ്പോ ആ രീതിയിലൊക്കെ ഉള്ള വൃത്തങ്ങളിലും താളങ്ങളിലൊക്കെ എഴുതാൻ ഒരു വിഷമമില്ല. അത് വെറുതെ പറയുന്നതാണ് ആളുകൾ. ഈണത്തിലും താളത്തിലൊക്കെ എഴുതാൻ ഒരു വിഷമമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് എഴുതി പോകാൻ കഴിയും. അതെ അതെ. എന്താണെന്ന് പറയാമോ? ഇതിന് പേര്, ഈ വൃത്തത്തിനൊരു പേരുണ്ട്, ഈ ഈണത്തിനൊരു പേരുണ്ട്. വൃത്തം എന്നുള്ളത് വീട്, ഈ ഈണത്തിനൊരു പേരുണ്ട്. അറിയാമോ? മഞ്ചരി എന്നാണ് ഇതിന്റെ പേര്. മഞ്ചരി, മഞ്ചരി, കാകളി, നദോന്നത, അങ്ങനെ പല ഈണങ്ങളുണ്ട്. കുസുമ മഞ്ചരി. കരഞ്ഞുകൊണ്ട് കൂമനം കുറുക്കനം ഗമിക്കവേ വിരഞ്ഞ കുക്കുടങ്ങൾ മോഹകാഹളം മുഴക്കവേ പടനയിച്ചു വരികയാണ് ഉറുമ്പുകൾ, അരികളെ കടിച്ചു കൊന്ന ധീരരാമറുമ്പുകൾ. ഇങ്ങനെ ആ ഈണമാണ് കുസുമ മഞ്ചരി. ഇങ്ങനെയൊക്കെ പല ഈണങ്ങളുണ്ട്. നമുക്ക് ആ ഇഷ്ടമുള്ള ഈണത്തിൽ എഴുതാം. അപ്പോ മഞ്ചരി വൃത്തത്തിലാണ്. അതാണ് പ്രത്യേകത. നമ്മളിപ്പോ ഇന്നും ആ ഈണവും താളവും കൃഷ്ണഗാഥവും ഇന്നും മാഞ്ഞു പോയിട്ടില്ല, ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള കവിതകളൊക്കെ എഴുതുമ്പോൾ ഒരു ഈണവും താളവും ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. നമ്മൾ മഹാനായ നെഹ്റുവിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ഈ കഴിഞ്ഞ 14-ാം തീയതി. വലിയ മഹാനായിരുന്നു അദ്ദേഹം. കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള ആളായിരുന്നു, കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. ക്രിസ്തുവിന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടതും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചതും ചാച്ചാജിയാണെന്ന് പറയാറുണ്ട്. അദ്ദേഹത്തെ പറ്റി നിരവധി കഥകളുണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. ഏതായാലും ഈ ശിശുദിനത്തോടനുബന്ധിച്ച് വളരെ നല്ലൊരു പരിപാടി. ഇത് ആഴ്ചതോറും നടക്കുന്ന, മാസത്തോറും നടക്കുന്ന പരിപാടിയാണ് POC. ഞാനതിനെപ്പറ്റി വായിച്ചൊക്കെ അറിയാറുണ്ട്. അപ്പോൾ ഇത്തവണ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് അച്ഛൻ. വളരെ സന്തോഷം. സാറിനി ഇതിൻ്റെ കൺക്ലൂഷനൊക്കെ നടത്തിക്കൊള്ളു. അപ്പൊ നമ്മൾ ഈ ലക്ഷ്മണോപദേശമൊക്കെ പഠിക്കുമ്പോൾ അതിലെ താളം ഇതാണ്. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം. അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് താളങ്ങൾ മഞ്ചരികളുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ താളങ്ങൾ. ഇതൊക്കെ നമ്മുടെ എന്താണ് സ്വാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്, അല്ലേ? നമുക്കൊരു റോഡ് പണി നടക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള ബോർഡ് പോലും കവിതയിൽ വായിക്കാൻ ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ പറയാറുണ്ട്. അതായത് പണി നടക്കുന്നു പതുക്കെ പോവുക, പണി നടക്കുന്നു പതുക്കെ പോവുക. അന്നകട എന്ന് പറയുന്ന വൃത്തമാണ്. അപ്പൊ അങ്ങനെ
നമുക്കൊരു ബോർഡിനെ പോലും കവിതയിൽ വായിക്കും. അപ്പൊ കവിത നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ആത്മാവിൽ നിന്ന് ആവിഷ്കരിക്കപ്പെടുന്ന, അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ഓഫ് എ വേർഡ്സ് വർത്ത് കവിതയെ വ്യാഖ്യാനിച്ചതും അതിന് നിർവചനം എഴുതിയതും. അർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന മനോഹരമായ വാക്കുകളെ കവിതയാക്കുകയാണ് സിപ്പി പള്ളിപ്പുറം മാഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് മലയാള സാഹിത്യത്തിൽ ബാലസാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളില്ല, നമുക്ക് സിപ്പി പള്ളിപ്പുറം മാഷ് മാത്രം. അത്രമാത്രം അതികായനായ ഒരാളെ നമുക്ക് കുഞ്ഞുങ്ങളോട് സംവദിക്കാൻ ലഭിച്ചതിനുള്ള വലിയ സന്തോഷം നമുക്കുണ്ട്. തീർച്ചയായും അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിരുന്നു, സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, പല മാധ്യമങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ തന്റെ നിരവധിയായ പുസ്തകങ്ങളിലൂടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200-ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ കൃത്യമാണോ എന്ന് എനിക്കറിയില്ല. 200-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? അപ്പൊ 200-ൽ പരം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇതുപോലെ ഒരു വലിയ മഹാമനുഷ്യനെ കാണാനും അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്തീയ കാലത്തിൽ ഒരു വരിയുണ്ട്, ഇത്ര ചെറുതാകാൻ, ഇത്ര വലുതാകാൻ എത്ര ചെറുതാകണം. അപ്പൊ ഇത്ര വലിയൊരു മനുഷ്യൻ, പിന്നെ വലിയൊരാള് എത്ര ചെറുതായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ചെറുപ്പം അദ്ദേഹത്തിന്റെ, കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ടല്ലോ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ചെറുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്ന, കുട്ടിത്തം മനസ്സിൽ സൂക്ഷിക്കുന്ന, കുട്ടിത്തത്തിന്റെ നന്മകളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന, എനിക്ക് തോന്നുന്നു 85 വയസ്സിലേക്കൊക്കെ അല്ല, 80 വയസ്സ് കഴിഞ്ഞല്ലോ സാർ, 80 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ 80-ന്റെ നിറവിലേക്കൊക്കെ എത്തി നിൽക്കുന്ന മാഷ് നമ്മളോട് സംവദിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. POC വാഗ്മയത്തിലേക്ക് എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷവും ആനന്ദവുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളാരെങ്കിലും നന്ദി പറയാൻ വരുവാണെങ്കിൽ നന്നായിരിക്കും. മാഷിന് എന്തോ ഒരു വരി കവിത, 1-2 വരി കവിത കൂടെ നിങ്ങളോടൊപ്പം ഒന്ന് പാടണം എന്നൊരു ആഗ്രഹമുണ്ട്. മാഷിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അതല്ല, നമ്മൾ ഒരു കഴിവുകൂടി ചെയ്യാൻ പോയല്ലേ. അപ്പോൾ ഞാനൊന്നും നിങ്ങളുടെ സ്വരമൊന്നും കേട്ടിട്ടില്ല. കുഞ്ഞുണ്ണി മാഷിന് 1-2 കുഞ്ഞ് നഴ്സറി പാട്ട്, 4 വരികളുള്ള പാട്ട് നമുക്ക് ചൊല്ലി അവസാനിപ്പിക്കും. കുഴപ്പമില്ല, ഞാൻ പാടിത്തരും, നിങ്ങളൊന്ന് ഏറ്റുപാടണം. കുഞ്ഞു പാട്ടാണ്. കാ കാ കാക്കേ വാ വാ കാക്കേ വാ വാ കാക്കേ കാ കാ കാക്കേ കാ കാ കാക്കേ പോ പോ കാക്കേ പോ പോ കാക്കേ. ഇത്രയുള്ള കുഞ്ഞിന് പക്ഷേ കവിതയാണ് ഇത്. എന്ത് കവിതയെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇങ്ങനെ എഴുതാൻ സാധ്യമല്ല നമുക്ക്. കാക്കയുടെ അക്ഷരം. കാക്ക പാറി വന്നു, കാക്ക പാറി വന്നു, പാറമേലിരുന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി, പാറ ബാക്കിയായി. കേട്ടപ്പോ നിസ്സാരമായിട്ട് തോന്നി നിങ്ങൾക്കല്ലേ? കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഇതിനെപ്പറ്റി മാത്രം എഴുതി ഒരാൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. കാസർഗോഡുകാരനായ P. പുഷ്പാങ്കദൻ ഡോക്ടറേറ്റ് എടുത്തത് ഈ 4 വരി കവിതയെ ആസ്പദമാക്കി. 200-ൽ പരം പേജുള്ള തിസിസ് തയ്യാറാക്കിയത് ഈ കവിതയെ പറ്റിയാണ്. ഇതിൽ മനുഷ്യ ജീവിതത്തിൻ്റെ കാര്യമാണ് ചിത്രീകരിക്കുന്നതെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പൊ അത്രയും വിശേഷപ്പെട്ട കവിത കൂടിയാണത്. അതൊരു 4 വരിയല്ല. മാമാനത്ത് മാമാനത്ത് മേ മേ മേഘങ്ങൾ മേ മേ മേഘങ്ങൾ കണ്ടോ കണ്ടില്ല കണ്ടോ കണ്ടില്ല കേട്ടോ കേട്ടില്ല കേട്ടോ കേട്ടില്ല തൊട്ടോ തൊട്ടില്ല തൊട്ടോ തൊട്ടില്ല പേ പേ പെ പെ പേ 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 പെ പെ പേ. ഇതെല്ലാം കുഞ്ഞിന് വർഷ കവിതയാണ്. 2 മുത്തശ്ശിപ്പാട്ട് കൂടി. കൊച്ചിന്നൊരു കാക്ക വന്നു, കാക്ക. ഉഷാറായില്ല. നന്നായിട്ട് ഉഷാറായിട്ട് പാട് മക്കളെ. 750 കൊല്ലം മുമ്പ് ഒരു കവി എഴുതിയതല്ല, മുത്തശ്ശി ഉണ്ടാക്കിയ പാട്ട്. കൊച്ചിന്നൊരു കാക്ക വന്നു, കൊച്ചിന്നൊരു കാക്ക വന്നു, കൊയിലാണ്ടിൽ കൂട് കെട്ടി, കൊയിലാണ്ടിൽ കൂട് കെട്ടി, കണ്ണൂരു മുട്ടയിട്ടു, കണ്ണൂരു മുട്ടയിട്ടു, ക്രാം 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 ക്രാം. കൊരങ്ങനും കടികൂടി, കൊരങ്ങനും കടികൂടി,
അതിലൊരു കുരങ്ങന്റെ തല പോയി, അതിലൊരു കുരങ്ങന്റെ തല പോയി, എടുക്കട കുരങ്ങ പുളിവാറ്, എടുക്കട കുരങ്ങ പുളിവാറ്, കൊടുക്കട കുരങ്ങ 16, കൊടുക്കട കുരങ്ങ 16, കുരങ്ങനും കടികൂടി, കുരങ്ങന് കടികൂടി, അതിലൊരു കുരങ്ങന്റെ തല പോയി, അതിലൊരു കുരങ്ങന്റെ തല പോയി, എടുക്കട കുരങ്ങ പുളിവാറ്, എടുക്കട കുരങ്ങ പുളിവാറ്, കൊടുക്കട കുരങ്ങ 16. കൊടുക്കട കുരങ്ങ 16. അവസാനിപ്പിക്കാം. അവസാനത്തെ പാട്ട് ഒരു മഴപ്പാട്ടാണ്. മഴ വരാൻ വേണ്ടി ഈ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗങ്ങളിലെ മുത്തശ്ശിമാര് കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു പാട്ടാണ്. പുഴുപ്പല്ലൻ ചിറ പിടിച്ചു, പുഴുപ്പല്ലൻ ചിറ പിടിച്ചു, കിഴക്കെല്ലാം മഴ പെയ്തു, കിഴക്കെല്ലാം മഴ പെയ്തു, പുഴുപ്പല്ലൻ ചിറ പിടിച്ചു, പുഴുപ്പല്ലൻ ചിറ പിടിച്ചു, കിഴക്കെല്ലാം മഴ പെയ്തു, കിഴക്കെല്ലാം മഴ പെയ്തു, നാരങ്ങ വെടിവെച്ചു, നാരങ്ങ വെടിവെച്ചു, നാടെല്ലാം പേടിച്ചു, നാടെല്ലാം പേടിച്ചു. ഡം ഡിം ഠോ. ഡം ഡിം ഠോ. നമസ്കാരം. അപ്പോ ഒരു വലിയ എന്താണ് തൃശ്ശൂർ പൂരത്തിനാണ് അരങ്ങ് ഒഴിയുന്നത്. അത്ര മനോഹരമായി സാറ് തുടർന്ന് സംസാരിക്കുകയായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ അച്ഛൻ പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ഇഷ്ടമായ? ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നന്ദി പറയാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പ്രണവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സിപ്പി സാർ 200-ലേറെ കഥകളും കവിതകളും രചിച്ച് നല്ലൊരു സാഹിത്യകാരനായിട്ടും നല്ലൊരു അധ്യാപകനായിട്ടും രാഷ്ട്രപതിയിൽ നിന്നൊക്കെ ഒട്ടനവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഈ ഒരു സന്തോഷവേളയിൽ ഞങ്ങളോട് ഒത്തുചേർന്നത് ഞങ്ങളൊരു അനുഗ്രഹമായി കരുതുന്നു. KCBCയുടെ പേരിലും ഞങ്ങൾ കുട്ടികളുടെ പേരിലും സാറിന് ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വാങ്മയം അവസാനിക്കുന്ന മറ്റൊരു ചടങ്ങോടുകൂടിയാണ്. നമ്മുടെ അലൻ 1.5 വർഷമായിട്ട് ഇവിടെ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നമ്മളിരിക്കും എല്ലാവരും, എന്നിട്ട് അതിന് ശേഷം നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു യാത്ര അയപ്പ് മീറ്റിംഗ് കൂടിയാണ്. ഒരു 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിന് എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തറയിലച്ഛനെ ഹൃദയപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിക്കും. അലൻ സാറ് സാറ് ഹലോ. പ്രിയപ്പെട്ടവരെ, നമ്മളധികം പ്രസംഗമൊന്നുമില്ല. നമ്മൾ അലൻ 1.5 വർഷക്കാലമായിട്ട് മീഡിയ കമ്മീഷൻ്റെ ഒരു പ്രവർത്തക എന്ന നിലയിൽ എഡിറ്ററായിട്ടും ഫോട്ടോഗ്രാഫറായിട്ടും ഒക്കെ സേവനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സേവനം അതിൻ്റെ ഒരു സേവനത്തേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ കൂടുതൽ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അങ്ങേറ്റം ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടെ ചെയ്യാനായിട്ടുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കാര്യം ഏൽപ്പിച്ച് പോകാം നമുക്ക്. കാരണം അത് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നു. അവൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതിന് പോകുന്ന നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മീഡിയ കമ്മീഷൻ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവി നമ്മൾ പ്രത്യേകം കാണേണ്ട. കാരണം ഇവിടെ നിന്നുകൊണ്ട് മാത്രം പുറത്തേക്ക് പോകാനും വിദേശത്തൊക്കെ പോകാനൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം മറ്റൊരു ജോലി എറണാകുളത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവിയിലെല്ലാം ആശംസകൾ നേടിയാണ്. അദ്ദേഹം ഭാവിയിൽ നല്ലൊരു ഡിസൈനറായിട്ടും അതുപോലെ തന്നെ എഡിറ്ററായിട്ടൊക്കെ ഉയരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതിന് ഈ മീഡിയ കമ്മീഷൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മളധികം
നീട്ടാതെ തന്നെ ഈ മീറ്റിംഗ് വളരെ ചുരുക്കി നടത്തുന്നത് ഒത്തിരി എല്ലാവർക്കും പലയിടത്തൊക്കെ പോകാനുള്ളത് കൊണ്ടാണ്. അലനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം നമുക്ക് ഒത്തിരിയേറെ സഹായമായിരുന്നു. മീഡിയ കമ്മീഷൻ മാത്രമല്ല, ഇവിടെയുള്ള മറ്റ് കമ്മീഷൻസ് എല്ലാത്തിനും അലൻ വലിയൊരു സഹായമായിരുന്നു. പ്രത്യേകിച്ച് നാടകോത്സവ സമയത്തൊക്കെ രാപകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് അലൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, ഞാൻ ആദ്യമായിരുന്നു ഈ വർഷം നാടകോത്സവ സംബന്ധമായ കാര്യങ്ങൾക്ക്. അലനുണ്ടായതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് അത് നിർവഹിച്ചു. അധികം ശബ്ദ കോലാഹലമൊന്നുമില്ലാതെ നിശബ്ദമായിട്ട് തൻ്റെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഈ നിശബ്ദത ഇവിടെ മാത്രമാണോ വീട്ടിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ഞാൻ ഒരിക്കലും വീട്ടിൽ പോയിരുന്നു. വീട്ടിലെ മാതാപിതാക്കളും പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ എങ്ങനെയാണോ ഇവിടെ അങ്ങനെ തന്നെ വളരെ നിശബ്ദനാണ്. വളരെ ശാന്തമായിട്ട് വീട്ടിൽ ഒരു ചെറുപ്പക്കാരനില്ലായ എല്ലാ പ്രത്യേകതകളും ആ പ്രദേശത്തെ എന്നെ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു അലൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള നല്ലൊരു വ്യക്തിയാണ് നമുക്ക് ഈ 1.5 വർഷക്കാലം നമുക്ക് സേവനം ചെയ്യാൻ കിട്ടിയത്. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അലനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അലൻ ഭാവിയിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നിങ്ങളൊരു സ്നേഹോപഹാരം സമർപ്പിക്കുവാനായിട്ട് ഡയറക്ടർ അച്ഛനെ ക്ഷണിച്ചോളുന്നു. രണ്ട് വാക്ക് മറുപടി പറയാനായിട്ട് അലനെ ക്ഷണിച്ചു. വലിയ പ്രശ്നമൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മിൽട്ടനച്ചും എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വാങ്മയം ഇതോടുകൂടി അവസാനിക്കുകയാണ്. തോമസ് പനക്കളം സാറ് നമ്മുടെ മോഡറേറ്ററായിട്ട് നമുക്കിവിടെ സഹായിക്കാനുണ്ടായിരുന്നു. സാറിൽ നിന്ന് മാത്രമല്ല, വാങ്മയം എല്ലാ മാസവും നടത്തിപ്പിൻ്റെ കാര്യത്തിൽ സാറിൻ്റെ പ്രത്യേകമായ താല്പര്യവും ശ്രദ്ധയും ഒക്കെ ഉണ്ട്. സാറിന് പ്രത്യേകം നന്ദിയോട് ഓർക്കുകയാണ്. തറയിലച്ഛൻ നമ്മുടെ ഡയറക്ടർ അച്ഛൻ. അതുപോലെ എനിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത് കുഞ്ഞുങ്ങളോടാണ്. വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞതനുസരിച്ച് സാറ് എല്ലാ കുട്ടികളെയും 3 മണിക്ക് മുൻപേ ഇവിടെ എത്തിച്ചു. മാതാപിതാക്കൾ അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും നിങ്ങളെ ഞാൻ സമീപിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു മനസ്സോടുകൂടി അത് സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് എല്ലാവർക്കും സ്ഥിരമായിട്ട് വാങ്മയത്തിൽ പങ്കെടുക്കുവാനായിട്ട് വന്നുകൊണ്ടിരുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനിയും കൂടുതൽ നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും അങ്ങനെ വാങ്മയം ഏറ്റവും മനോഹരമാക്കുവാനായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതിനുശേഷം നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുവാനായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ദയവായിട്ട് പുറത്തേക്ക് വരിക.